ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോ, അതായത് ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് അതിൻ്റെ വീഡിയോയുമായിട്ടാണ്. അതുപോലെ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൺ ആവാൻ, നല്ല പോലെ നമ്മുടെ മുഖത്തെ ടാനൊക്കെ പോയി നല്ലൊരു ക്ലിയർ കോംപ്ലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കിൻ്റെ ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ 3 സ്റ്റെപ്സ് ആണ് നമ്മുടെ ഈ ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അലോവേര ജെല്ലും നമ്മുടെ ചന്ദൻ പൗഡർ, അല്ലെങ്കിൽ സാൻഡൽവുഡ് പൗഡർ, നമ്മുടെ ചന്ദനത്തിൻ്റെ പൊടിയില്ലേ, അത് കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഫേസിൽ ആദ്യം ഒന്ന് സ്ക്രബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാം. അപ്പം നമ്മുടെ ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ആക്കിയത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് നല്ലതുപോലെ നമുക്ക് മസാജ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ നോർമലായിട്ടുള്ള അലോവേര ഉണ്ടെങ്കിൽ, നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ അലോവേരയുടെ ജെല്ലെടുത്തിട്ടാണെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ട്, പക്ഷേ എനിക്കിപ്പം ടൈം ഇല്ലായിരുന്നു അത്രയും എടുത്തത് ചെയ്യാൻ. അതുകൊണ്ടാണ് ഈസി അവൈലബിലിറ്റിയുടെ കാര്യം നോക്കിയിട്ടാണ് ഞാൻ അലോവേര ജെല്ല് എടുത്തത്. നമ്മുടെ ചന്ദൻ പൗഡറൊക്കെ, ഇതിൻ്റെ സാൻഡൽവുഡ് പൗഡറൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിനൊക്കെ നല്ലൊരു തണുപ്പായിരിക്കും. ആദ്യമേ തന്നെ നമ്മൾ ഇടുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. ഇനി നമുക്ക് നല്ലതുപോലെ നമ്മുടെ ഫേസിലൊന്ന് ഇത് മസാജ് ചെയ്ത് കൊടുക്കാം. ഒരു 2 to 3 മിനിറ്റ്സ് നമുക്ക് നല്ലതുപോലെ മസാജ് ചെയ്യാം. ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫേസിലുള്ള ഒരു പ്രത്യേക ഒരു തരം ഗ്ലോ വന്നിട്ടുണ്ട്. ദെൻ നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കിൻ ടൈറ്റൻ ചെയ്യാനും നമ്മുടെ സ്കിന്നിൻ്റെ ഒരു എലാസ്റ്റിസിറ്റി കൂട്ടാനും വേണ്ടിയിട്ടുള്ളതാണ്. അത് അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് കോക്കനട്ട്, ഇപ്പം നമ്മൾ പ്യുവറായിട്ട് നമ്മൾ ആട്ടി നമ്മൾ വീട്ടിലെടുക്കുന്ന വെളിച്ചെണ്ണയാണെങ്കിലും മതി. നമ്മുടെ നല്ല വെളിച്ചെണ്ണ ആയിരിക്കണം, നല്ല പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിലാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമ്മളിനി ഇത് വെച്ചിട്ട് നമ്മുടെ ഫേസിൽ നല്ല പോലെ നമ്മുടെ ഫേസിന് മസാജ് ചെയ്ത് കൊടുക്കും. അത് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനും നമ്മളെ ടൈറ്റൻ ചെയ്യാനും, അതുപോലെ നമ്മുടെ മുഖത്ത് അധികം വ്രിങ്കിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓയിൽ മസാജ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഫേസ് ചെയ്യുമ്പം നമ്മുടെ ഫേസിന് ഭയങ്കര ഒരു എഫക്റ്റാണ്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടി നമ്മുടെ സ്കിന്നിനെ നല്ല ഒരു രീതിയിലേക്ക് ബ്രൈറ്റൻ ചെയ്ത് കൊണ്ടുവരും. ഇനി നമുക്ക് നമ്മുടെ ഫേസ് പാക്കിനായിട്ട് സാൻഡൽവുഡ് പൗഡറും മിൽക്കും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം. നമ്മളുടെ ഫേസ് പാക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് വേണ്ടതാണ്. അപ്പം നമ്മൾ നമ്മുടെ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു
10 to 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാണും എത്രമാത്രം എഫക്റ്റീവ് ആയിരുന്നു നമ്മുടെ ഫേസ് പാക്കെന്ന് ഒക്കെ ഉള്ളത്. നമ്മുടെ ഫേസ് പാക്കും ഫേസ് മസാജിങ്ങും ഒക്കെ എത്രമാത്രം എഫക്റ്റീവ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതുപോലെ നമ്മളിത് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മളല്ലേ ആണ്ടിലും വല്ലപ്പോഴും ഒരിക്കലോ മാസത്തിലോ ഒക്കെ നമ്മൾ സ്കിൻ കെയറിന് നമ്മൾ ടൈം കണ്ടെത്തുവാണെങ്കിൽ നമ്മുടെ സ്കിൻ വീണ്ടും നമ്മുടെ പഴയ പടിയിലേക്ക് പോകും. നേരെ തിരിച്ച് വീക്കിലി ഒരു 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യാൻ, അറ്റ്ലീസ്റ്റ് 1 പ്രാവശ്യമെങ്കിലും ആഴ്ചയിൽ നമ്മൾ ടൈം കണ്ടെത്തി നമ്മളെ സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം കണ്ടെത്തുവാണെങ്കിൽ നല്ലതുപോലെ ഇതുപോലെ നല്ല ഗ്ലോയിങ് ആയിട്ട് നല്ലൊരു ഫേസ് നമുക്കെല്ലാവർക്കും കിട്ടും. സോ പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നിടം വരേക്കും ബൈ, ടേക്ക് കെയർ.